ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി യൂറോപ്പിലെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അത് ജർമ്മനി ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ UK ആയിക്കോട്ടെ, യൂറോപ്യൻ മേഖലയിൽ വരുന്ന 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി ഡീലിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്കറിയാം IAEA, അതായത് അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന UN-ന്റെ കാവൽ നായ എന്ന് തന്നെ പറയപ്പെടുന്ന IAEA കൃത്യമായി പറയുന്നത് ഇറാൻ ഇതുവരെയും ആണവ സമ്പുഷ്ടീകരണം, അത് ആണവ ആയുധമുണ്ടാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ബോംബ് നിർമ്മാണ രീതിയിലേക്ക് സമ്പുഷ്ടീകരണം എത്തപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ സാധാരണക്കാരായ സിവിലിയൻസിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള എനർജി റിസോഴ്സുകൾ കണ്ടെത്താനും അത് കൃത്യമായി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുമാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ പൊടുന്നനെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് സാഹചര്യം ഒരുക്കിയതും 12 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ നിലവിലേക്ക് വന്നത്. അതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ എയർബേസ് ഖത്തറിൽ വെച്ച് തകർക്കപ്പെട്ടതിൻ്റെ എല്ലാ രീതിയിലുള്ള അനുരണനവും ഉണ്ടായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത്, ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സമനില തെറ്റിയ മനുഷ്യരെ പോലെ പെരുമാറുന്നവരോട് എന്ത് ചർച്ച, എന്ത് ഡീൽ? ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ ഒരു രീതിയിലും സ്വയം പ്രാപ്തി നേടുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പുരോഗതിയോ സഹിക്കുന്നില്ല. അവർക്ക് മറ്റൊരു ഗാസ തുരുത്താക്കി ഇറാനെ മാറ്റണം. സ്വപ്നത്തിൽ പോലും അത് നടക്കാൻ പോകുന്നില്ല. 9.25 കോടി ജനങ്ങളുള്ള ഇറാന്റെ എല്ലാ രീതിയിലുള്ള ആഭ്യന്തര വികസനവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആയത്തുല്ല അൽ ഖമനേയി നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടോ. അത് തച്ചുടയ്ക്കാൻ, ആ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ ഏകപക്ഷീയമായ തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമ പദ്ധതികളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. അയൺ ഡോമുകളെല്ലാം തകർന്നതോടെ ഇസ്രയേലികൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു: ഒരിക്കലും അവർ സുരക്ഷിതരല്ല ഈ നെതന്യാഹുവിൻ്റെ സൈനിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ. നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയും അതുപോലെ ഭരണാധികാരികളും കാണിക്കുന്ന അഹങ്കാരത്തിന്, അതല്ലെങ്കിൽ താൻ പോരിമയ്ക്ക് വില കൊടുക്കേണ്ടി വരുന്നത് തങ്ങളുടെ ജീവൻ കൂടിയായിരിക്കുമെന്ന തിരിച്ചറിവ് ഇപ്പോൾ ഇസ്രായേൽ ജനതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നും പലായനം ചെയ്തു പോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ UN-നെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുമായി കരാറിലേക്ക് എത്തിച്ചേരപ്പെടുമ്പോഴും അമേരിക്ക ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലേക്കാണ്, ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് എന്നുള്ളത്. അതല്ല ശ്രമം. അമേരിക്കയ്ക്ക് ഞങ്ങളെ ഉപദ്രവിച്ചേ അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാൻ.